ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഒരു ഞായറാഴ്ച ദിവസം കൂടി നമ്മൾ തിരുബലിക്കായിട്ട് ഇവിടെ അണഞ്ഞിരിക്കുക. ഓരോ ഞായറാഴ്ചയും ഉത്ഥാന ദിവസത്തിന്റെ പുനരാവർത്തനം എന്ന രീതിയിൽ ഓരോ ഇടവക ജനത്തിന്റെയും ജീവിതത്തെ ഈശോയുടെ തിരുവുത്ഥാനത്തോട് ചേർത്ത് വെച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്ന്. പ്രത്യേകമായി നമ്മുടെ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ തിരുബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന സകലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിലകനഗർ ഷെൽ കോളനി ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന സകല ജനത്തിൻ്റെയും ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ക്രിസ്തുവിന്റെ പദ്ധതിയോട് ചേർത്ത് ജീവനേകാൻ പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് കർത്താവിന്റെ തിരുബലിയിൽ പങ്കുചേരാൻ ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണ്ണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശുദ്ധരാക്കണമേ. വിശുദ്ധ കുരിശാത്മതരായ ഞങ്ങൾ അങ്ങേ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമരാജാവേ, പാടും നിൻ ഗുണം എന്നും ഞാൻ. സകലേശാവിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നടക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും.
ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവീശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആരാധ്യനേ, നിത്യകൃപ ഞങ്ങൾ കീഴടങ്ങി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധനിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. The first reading is taken from the book of Isaiah, chapter 14, verses 12 to 17. Bless me, Father. May God bless you. Who has measured the waters in the hollow of his hand, and marked of the heavens with a span, enclosed the dust of the earth in a measure, and weighed the mountains in scales, and the hills in a balance? Who has directed the Spirit of the Lord, or has his counselor has instructed him? Whom did he consult for his enlightenment? And who taught him the path of justice? Who taught him knowledge and showed him the way of understanding? Even the nations are like a drop from a bucket, and are accounted as dust on the scales. See, he takes up the isles like fine dust. Lebanon would not provide fuel enough, nor are its animals enough for burnt offering. All the nations are as nothing before him. They are accounted by him as less than nothing and emptiness. The word of the Lord. Thanks be to God. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി അങ്ങ് ശരീരങ്ങൾക്ക് ഉപകരിക്കുന്നു. സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ്ലിയ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. മിശിഹായുടെ സുവിശേഷത്തെ പ്രതി ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. എന്നാൽ എൻ്റെ സഹോദരനായ തീത്തോസിനെ അവിടെ കാണായികയാൽ എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മക്കദോനിയയിലേക്ക് പോയി. മിശിഹായിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയാഘോഷത്തിൽ നടത്തുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. എന്തെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് മിശിഹായുടെ പരിമളമാണ്. ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഗന്ധവും അപരന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും. ഇവയ്ക്കെല്ലാം കേൾപ്പുള്ളവൻ ആരാണ്? ദൈവവചനം കച്ചവടം ചെയ്യുന്ന അനേകരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് വിശ്വസ്തരും ദൈവത്താൽ നിയുക്തരും ദൈവസന്നിധിയിൽ ഉള്ളവരുമെന്ന നിലയിൽ മിശിഹായിൽ ഞങ്ങൾ സംസാരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
നമുക്ക് ശതാബോധം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 20 വാക്യങ്ങൾ 1 മുതൽ 16 വരെ. അതിനാൽ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൂലിക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം. ദിവസം 1 ധനാറ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. ഏകദേശം 3 മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ സ്ഥലത്തിൽ അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും പോയി. വീണ്ടും ഏകദേശം 6 മണിക്കൂറിനും 9 മണിക്കൂറിനും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11 മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതെന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുക. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനത്തെ ആളുകൾക്ക് വരെ കൂലി കൊടുക്കുക. 11 മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ധനാറ് വീതം ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ധനാറ് തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ എതിർപ്പെട്ടു. ഈ അവസാനത്തെ ആളുകൾ 1 മണിക്കൂറെ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും ദിവസത്തിന്റെ ഭാരവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. 1 ധനാറയ്ക്കല്ല നീ എന്നോട് സമ്മതിച്ചിരുന്നത്. നിനക്കുള്ളത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. നിനക്ക് എന്ന പോലെ അവസാനത്തെ ആൾക്കും കൊടുക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു. എനിക്കുള്ളവ കൊണ്ട് ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യാൻ എനിക്ക് പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? ഇപ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ആദ്യമായിട്ടാണ് നമ്മുടെ ഇടവക സമൂഹങ്ങൾക്ക് വേണ്ടി, തിലകനഗ, ഷെൽക്കോളിനി, കുർള ഇടവക സമൂഹങ്ങൾക്ക് വേണ്ടി, അതോടൊപ്പം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെ ആയിരിക്കുന്ന ജനത്തിന് വേണ്ടി ഒരു വിശുദ്ധ കുർബാന ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആരംഭിക്കുന്നത്. ആദ്യമേ ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു രോഗപീഠയുടെ മധ്യേ സുഖം ആണോ എന്ന് ചോദിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും കർത്താവിന്റെ വചനം, ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വചനം, നിങ്ങളെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്,
നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭകരമായ ഭാവി പ്രദാനം ചെയ്യുന്ന എൻ്റെ പദ്ധതി. തീർച്ചയായിട്ടും എന്ത് രോഗപീഠയായാലും എന്ത് മരണം തന്നെയായാലും നമ്മെ കുറിച്ച് ശുഭകരമായ ഭാവി പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇതിനേക്കാളും എന്ത് വരാനാ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഭാവി ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളൊന്നുമല്ല, ഈ ലോകത്തിലെ സമ്പത്തല്ല, ഈ ലോകത്തിൽ നമ്മൾ നേടിയെടുത്തു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല ശുഭകരമായ ഭാവി. മറിച്ച് അതിന്റെ അപ്പുറത്ത് സ്വർഗ സൗഭാഗ്യമാണ് ശുഭകരമായ ഭാവി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറെ പ്രതീക്ഷിക്കാനുണ്ട്, നമുക്ക് പ്രത്യാശ വയ്ക്കാനുണ്ട്. ഇന്നത്തെ സുവിശേഷം തന്നെയും ഇപ്രകാരം വലിയൊരു പ്രത്യാശയുടെ സുവിശേഷമാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം തന്നെ പറഞ്ഞു വെക്കുക ഇപ്രകാരമാണ്: സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൂലിക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം. സ്വർഗരാജ്യത്തിലേക്ക് ആരെല്ലാം പ്രവേശിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വെക്കുക. നമ്മൾ ഏറെ വിചിന്തനം ചെയ്തിട്ടുള്ള ഭാഗമാണ്, നമുക്കറിയാം. പക്ഷേ പ്രത്യാശയുടെ സുവിശേഷം എന്ന് ഞാൻ ഇന്ന് പറയാൻ കാരണം ഇതാണ്. ആദ്യ മണിക്കൂറിലും 3-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും ജോലിക്ക് വന്നവരെ ഒരുപോലെ കണ്ട കർത്താവ് നമുക്ക് പ്രത്യാശ നൽകുകയാണ്. കാരണം ഇനിയും വൈകിയിട്ടില്ല എന്നുള്ളതാണ് ആ പ്രത്യാശയുടെ കാരണം. ഇനിയും വൈകിയിട്ടില്ല. അതായത് പ്രിയമുള്ളവരെ, നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ കുടുംബ മഹിമയോ ഇത്ര നാൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള പരിഭവമോ ഒന്നുമല്ല. മറിച്ച് അതിനേക്കാൾ ഉപരിയായി ഇന്ന് നീ തിരിച്ചു വന്നാൽ നീ രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ്. 11-ാം മണിക്കൂറിലും വന്നവനും ഒരേ കൂലി തന്നെ. ഇന്ന് വന്നാലും സ്വർഗരാജ്യം പ്രത്യാശയുടെ ഭവനം നമുക്കായിട്ട് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറ്റവും പ്രത്യാശയുടെ വചനഭാഗമാണ് ഇന്ന് സുവിശേഷം തിരുസഭ മാതാവ് നമുക്കായിട്ട് പറഞ്ഞു തരിക. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 21-ാം വചനം, 21-ാം അധ്യായം 12-ാം വചനത്തിൽ അവിടെ പ്രാതലൊരുക്കി ശിഷ്യന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തെ കാണുന്നു. ക്രിസ്തു മരണശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെയും ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നില്ല, മക്കളെ നിങ്ങൾ ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന്. യേശുവിന്റെ പീഡാസഹന വേളയിൽ, മരണത്തിന്റെ വേളയിൽ തന്നെ ഉപേക്ഷിച്ച് തന്റേതായിട്ടുള്ള ജീവിത മാർഗങ്ങളിലേക്ക് തിരിച്ചു നടന്ന ശിഷ്യന്മാരെ മാടി വിളിച്ചുകൊണ്ട് ക്രിസ്തു അവരോട് പറഞ്ഞു വെക്കുക, മക്കളെ വന്ന് പ്രാതൽ കഴിക്കുകയും. നിങ്ങൾ ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന ചോദ്യമില്ല, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള പരിഭവമില്ല, സങ്കടമില്ല. മറിച്ച് ഒന്ന് മാത്രം, തിരിച്ചു വരിക, ഞാൻ നിങ്ങൾക്കായി പ്രാതൽ ഒരുക്കി വെച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പോകുമ്പോഴും അവിടെ 19-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ സക്കേവൂസിനെ നമ്മൾ കാണുന്നുണ്ട്. സക്കേവൂസ് പിരിവുകാരനായിരുന്നു, അവൻ പാപിയായിരുന്നു. ഒരു ദിവസം അവൻ ക്രിസ്തുവിനെ ദർശിച്ചു. അവൻ പറഞ്ഞു, എനിക്കുള്ളത് 4 ഇരട്ടിയായി ഞാൻ മറ്റുള്ളവർക്കായി പകുത്തു നൽകുന്നു. ക്രിസ്തു പറഞ്ഞു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നീ ഇത്ര നാൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നതല്ല, മറിച്ച് ഇന്ന് നീ രക്ഷ പ്രാപിക്കുവാൻ തക്കവിധത്തിൽ മാനസാന്തരത്തിനായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നു,
ഇന്ന് നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം എനിക്കുള്ളതാണ്, നിനക്കുള്ളതാണ്, നിന്റെ ഭവനത്തിനുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഏലിയ സ്ലീഹ മൂശാ കാലം ഒന്നാം ഞായറാഴ്ചയിലേക്ക് ആയിരിക്കുമ്പോൾ, സ്വർഗരാജ്യത്തെ കുറിച്ച് വിചിന്തനം ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, കർത്താവിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് ആഗ്രഹിക്കാം. ക്രിസ്തുവിനോട് കൂടെ നടന്ന് സ്വർഗത്തോളം പ്രത്യാശയോടെ കൂടെ ജീവിക്കുവാൻ നമുക്ക് ആകട്ടെ. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ തിരുവലിയിൽ പ്രത്യേകിച്ച് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്ക വിധത്തിലുള്ള മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമവും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായി ഞങ്ങളുടെ മേലധികാരികളിൽ നിന്ന് ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ ഞങ്ങൾ അനുസരിക്കുവാനും ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയുടെ തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കൊണ്ട് വീലിക്കൊണ്ട് വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണയായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ ഇതിനെ എതിരേൽക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിട്ട് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തെ നാട്ടിലേക്ക് മോശ നയിച്ച പോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായി ഞങ്ങളുടെ രൂപതാധ്യക്ഷനുമായ മാ തോമസ് മെത്രാനെയും സഭാധ്യക്ഷന്മാരെയും ഏവരും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാരണവും പ്രതീക്ഷമായ മിശിഹായേ, നീ ക്രൂശിതരായി കൂടി വാനമേഘങ്ങൾ ആഗ്രഹനാകുമ്പോൾ നിന്റെ വലത്ത ഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായി ദേവദൂതന്മാരാൽ പരിസേവിതനായി അടയാളത്തോടുകൂടെ വാനമേഘം നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോട് നിശ്ചിതനെതിരെ എടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പ്രസാദ സത്യസജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും
സർവശക്തനാഥനാമേ
സർവനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. പാത്രാജീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സദസ്യരും മരിച്ചു ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സാത്യം രക്ഷിക്കും സ്വരാജ്യത്തിൽ നിത്യജീവൻ കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിഷയത്തിന്റെ ശരീരത്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളങ്ങ് കരുണയാതരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തിരിഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധവും കൂടിയും കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ ഉപദേശപ്പെടുകയും സുവിശേഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുദാശപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമുദ്രാക്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. കണ്ണൂർ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി വികാരത്തിലും ഭക്തിയോടും കൂടെ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ,
ദൈവത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അന്യമയമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്ന ഞാൻ പറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശങ്ങളുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേക ബുദ്ധിമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടു കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു. സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഏവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്ത് പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച്
മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായിരിക്കുന്ന മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതമാർ, സമർപ്പിതരമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അംഗങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം അർത്ഥിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തെ ദേവമാതാവായ കന്യകാമറിയത്തിന്റെ ഞങ്ങളുടെ തിരുസന്നിധി സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയ സമൃദ്ധമായ കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അങ്ങ് അയച്ചുവെന്ന ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മമ്മദീസയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിനെയും വിശുദ്ധിനെയും മാർഗം പഠിപ്പിച്ചെന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വൈപത്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശ്ചയരായി ആദരവും പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ വിഷയത്തിന്റെ മൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സമയം സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള ഓർമ്മ സ്നേഹത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങൾ പശ്ചാത്തപിച്ചുകൊണ്ടും സ്വരത്തിൽ ശ്രമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് ഞങ്ങൾ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്തു നിന്ന് നിങ്ങളുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പരിചരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവൻ ഞങ്ങളെ ശരീരത്തിൽ ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, സത്യനായ സർവേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. എല്ലാ മനുഷ്യരുടെ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവന്റെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങൾ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. കണ്ണുകളടയ്ക്കാം. വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി നമ്മെ തന്നെ ഒരുക്കാം. ശാരീരികമായി വിശുദ്ധ കുർബാന സ്വീകരണം നമുക്ക് സാധ്യമല്ലെങ്കിലും ആത്മീയമായ വിശുദ്ധ കുർബാന സ്വീകരണം സഭ അനുവദിക്കുന്നുണ്ട്. ആത്മീയമായി ഈശോയെ, നിന്റെ ശരീരം എൻ്റെ ഹൃദയത്തിൻ്റെയും എൻ്റെ ശരീരത്തിൻ്റെയും ഭാഗമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗതാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകുകയാൽ ഈശോയെ, ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കണ്ണുകളടച്ച് ആത്മീയമായി ഈശോയെ സ്വീകരിച്ച നമുക്ക് ഈശോയോട് നന്ദി പറയാം. പരിശുദ്ധാത്മാവിന്റെ കൃപത്താൽ സത്യവും പരിശുദ്ധവും ജീവനും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സംഭവിച്ചു ഇവയെ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നാം എല്ലാവർക്കും ഇവിടെ ദാതമായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരത്തങ്ങൾ വഴി നിത്യസൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
ശക്തിയുമാരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ ഭൂമിയിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും സംരക്ഷണവും ചിരകാലം. കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവേ, സ്വസ്തി. ഞങ്ങളെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങളുടെ എല്ലാം നന്ദിയുണ്ടാവുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഒന്നാമതായി, ഇനി മുതൽ ഞായർ ബുധൻ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന യൂട്യൂബ് പ്രീമിയർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈവായിട്ട് വിശുദ്ധ കുർബാന നൽകണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനേക്കാളും ഉപരിയായി ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെയായ ദൈവം ക്രിസ്തു നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന സമയത്ത് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രണ്ടാമതായി, ലൈവായി നൽകാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ആണ് ലൈവായിട്ട് വിശുദ്ധ കുർബാന നിങ്ങൾക്ക് നൽകാത്തത്. ഇടവക സമൂഹങ്ങൾ നിർബന്ധമായും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം ഇനി മുതൽ യൂട്യൂബ് ലിങ്ക് നോട്ടിഫിക്കേഷൻസ് നൽകുന്നതല്ല. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും. നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നീട് അറിയിക്കുവാനുള്ളത്, ബുധനാഴ്ചയിൽ വിശുദ്ധ കുർബാന മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയാണ്. അതോടൊപ്പം പ്രത്യേകമായിട്ട് ഇന്റൻഷൻസ് വായിച്ചിട്ടുള്ള വിശുദ്ധ കുർബാന ആണ്. അന്നേ ദിവസം പരിശുദ്ധ മാതാവിന്റെ നൊവേന പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്റൻഷൻസ് നിങ്ങൾക്ക് തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് മുമ്പായിട്ട് എന്നെയോ ട്രസ്റ്റിമാരെയോ അറിയിക്കാവുന്നതാണ്. ആ ഇന്റൻഷന് വേണ്ടി പ്രത്യേകിച്ച് അന്നേ ദിവസം പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ